2024 നമ്മൾ ഒരുപാട് നല്ല സിനിമകളും സീരീസുകളും കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാ വർഷവും നമ്മളിപ്പോൾ വർഷത്തിൻ്റെ അവസാനം ബെസ്റ്റ് മൂവീസും ബെസ്റ്റ് സീരീസും പറ്റി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം നോക്കിയപ്പോൾ ഹൊറർ ചിത്രങ്ങൾ തന്നെ ഒരുപാട് നല്ലതുണ്ട്. നമ്മൾ ആയിരക്കണക്കിന് സാധനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് തന്നെ ഒരു പേഴ്സണലി റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നിയ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നാൻ പറ്റുന്ന ഒരു 10-20 സിനിമകൾ തന്നെ കണ്ടു. സോ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അവർ ബെസ്റ്റ് മൂവീസ് 2024 ഈ സിനിമകളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഇത് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്. ഹൊറർ എന്നൊരു ജോണറിൽ ഈ വർഷം ബെസ്റ്റ് എന്ന് തോന്നുന്ന കുറച്ച് സിനിമകളാണ്. സോ അതിൽ ആദ്യം തന്നെ ബ്രഹ്മയുഗം. ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ 20 സിനിമകളിലെ ബാക്കി ഒരു 19 എണ്ണവും സിനിമയും സീരീസുകളൊക്കെ തന്നെ ഉണ്ട്. ബാക്കിയൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സാധനമാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഒരു മലയാള സിനിമ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ് അത് സിനിമ അതിനെപ്പറ്റി പറയാൻ തന്നെ. കാരണം അത്ര ഗംഭീരമായിട്ടുള്ളൊരു പടം ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി മാത്രമല്ല, മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി മാത്രമല്ല, ഈ വർഷം ഇൻ്റർനാഷണലി ഇറങ്ങിയ ഹൊറർ ചിത്രങ്ങളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. അതിന് തിയേറ്റർ എക്സ്പീരിയൻസും ഗംഭീരമായിരുന്നു. വെറും 3 ക്യാരക്ടേഴ്സിനെ വെച്ച് നമ്മൾ ഇങ്ങനത്തെയൊക്കെ മറ്റിപ്പോൾ കൊറിയനിലും ജാപ്പനീസിലും ഫ്രഞ്ച് പടങ്ങളിലൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഇത്രയും മിനിമം ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് ചെയ്യുന്ന അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഹൊറർ ചിത്രങ്ങളൊക്കെ തന്നെ കാണാറ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ എന്നതിലുപരിയായിട്ടൊരു ഫോക്ക് ഹൊറർ ബേസിൽ നിന്നുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് പിടിച്ച് ഇങ്ങനെ സിനിമയിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കലിയും എല്ലാ വശം കൊണ്ടും ഗംഭീരമായിട്ടുള്ളൊരു പടം. നമ്മളെല്ലാം തന്നെ മറന്നുപോയാൽ അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ സിനിമകൾ വന്നിട്ട് കാര്യമില്ല, പഴയ ആ ഒരു സംഭവമൊക്കെ പോയി ആ ഒരു ജോണറിന് തന്നെ വംശനാശം വരുന്ന ഒരു സിറ്റുവേഷനിലാണ് അതൊന്ന് റീവാമ്പ് ചെയ്യുമ്പോൾ ഈ ഒരു പടം ഇറങ്ങിയത്. ആൻഡ് ഇറ്റ് വാസ് എ സെൻസേഷണൽ ഹിറ്റ്. സോ ബ്രഹ്മയുഗം തീർച്ചയായിട്ടും ഈ ലിസ്റ്റിലെ ആദ്യത്തെ പടമാണെന്ന് പറയാം. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിലൊന്നുകൊണ്ട് എങ്ങനെ പോലും അതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗം പറയാം. അതിൻ്റെ അടുത്തത് ഏലിയൻ റോംബ്ലസ്. സോ ഈ ഒരു പടം ഇപ്പോൾ വേണമെങ്കിൽ ഒരു സൈഫൈ പടമല്ലേ, ഒരു ഏലിയൻ പടമല്ലേ, എന്തിനാണ് ഇപ്പോൾ ഈ ഒരു ജോണറിൽ ഉൾപ്പെടുത്തുന്നത് പലരും ചോദിച്ചേക്കാം. ഈ ഒരു ജോണറിൻ്റെ ആ ഒരു പേര് തന്നെ സൈഫൈ ഹൊറർ എന്നാണ്. സോ ഒരു സൈഫൈ ഹൊറർ ജോണറിൽ പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് 2024 ആണ് ഏലിയൻ റോംബ്ലസ്. കീഴിലും മാരക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ പോക്ക്, സിനിമ എവിടെ നമുക്കൊരു സ്പേസ് പോലും തരാതെ, ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലാതെ ആ ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സാധനം. കാരണം ആ ഒരു നമ്മൾ കണ്ടിങ്ങനെ സാച്ചുറേറ്റ് ആയി ഈ സാധനങ്ങളൊക്കെ, ഏലിയൻസും പ്രൊഡക്റ്റേഴ്സും ഒക്കെ സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു ഏലിയൻ പടം. സോ ഒട്ടും പ്രതീക്ഷയില്ലാതെ വെറുതെ ഒന്ന് കയറി കണ്ട പടമാണ്. പക്ഷേ ഇമ്മാരൊരു കിഡിലെ സാധനമാണ് ഇവർ ചെയ്തു വെച്ചിരിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആ ഒരു പ്രാക്ടിക്കൽ എഫക്ട്സിൻ്റെ യൂസും ഞാൻ അത്രയും നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊപ്പം തന്നെ ഗ്രാഫിക്സും കൂടി അല്ലെങ്കിൽ VFX കൂടി മിക്സ് ചെയ്ത് അതിമനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ടെറൈനെ അല്ലെങ്കിൽ ആ ഒരു മടുത്തുപോയ ജോണേഴ്സ് നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണിത്. കാരണം ഒരു സൈഫേസ് അല്ലെങ്കിൽ സ്പേസ് ഹൊറർ എന്നുള്ള സാധനം കുറേയൊക്കെ നമ്മൾ കണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഏലിയൻ സിനിമകൾ തന്നെ കണ്ട് വേണമെങ്കിൽ 1-2 സിനിമകളുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. സോ അതിലിപ്പോൾ എന്താണ് പ്രത്യേകത, എന്താണ് പുതുമ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു സ്ഥലത്തും പിന്നെയും ആ സാധനം തന്നെ കാണിച്ചിട്ട് പിന്നെ അതിൽ ഹൊറർ കൊണ്ടുവരുത്തുക എന്ന് പറയുന്നത് ചില്ലറ സംഭവമൊന്നുമല്ല. നന്നായിട്ട് മെനക്കെട്ടുണ്ട്. അത് നമുക്ക് അതേപോലെ തന്നെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടില്ലാത്തവരെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക. ഒരുപാട് പേര് ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ തന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ അറൗണ്ട് ഒരു 2-3 പേരൊക്കെ ആകെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ അത്രയും ചെറിയ അല്ലെങ്കിൽ ആ റേഷ്യോ വളരെ കുറവാണ് ഈ സിനിമ കണ്ടവരുടെ. പ്രത്യേകിച്ച് ചിലപ്പോൾ ഏലിയൻ ഫ്രാഞ്ചൈസ് തന്നെ ഫോളോ ചെയ്തവരായിരിക്കും. ചിലപ്പോൾ ഇത് എവിടെ കാണണം, ഇത് എന്ത് ടൈം ലൈനിൽ പെടാത്തതാണെന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ അറിയാതെ കണ്ടവരൊക്കെ ഉണ്ടാവും. ഒന്നും നോക്കണ്ട, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഏലിയനെ പറ്റുമോ അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിലും കണ്ടു നോക്കുക. ഗംഭീര സാധനമാണ്. ഇപ്പോൾ വേണമെങ്കിൽ പ്രൊമിത്തിയസോ ഏലിയൻ കവണൻ്റൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഏലിയൻ ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്നവർക്ക് പോലും ഇഷ്ടപ്പെടാത്ത സിനിമകളാണ് അത്. ഇപ്പോൾ ഒരു നോർമൽ ഏലിയൻ സൈഫൈ ഹൊറർ പടം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ സിനിമ ഇഷ്ടപ്പെടില്ല. ഈ സാധനം പക്ഷേ അങ്ങനെയല്ല, എല്ലാ ക്ലാസ് ഓഫ് ഓഡിയൻസും എല്ലാ ടൈപ്പ് ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കൂടി, പ്രത്യേകിച്ച് സൈഫൈ ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും കണ്ടുപോക്കുക, അടിപൊളി പടമാണ്, മിസ്സാക്കരുത്. OTT-യിലൊക്കെ ഉണ്ട് ഇപ്പോൾ. ഐ തിങ്ക് Disney+ ഹോട്ട്സ്റ്റാറിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. then അടുത്തത് എക്സുമ. ഇതൊരു കൊറിയൻ ചിത്രമാണ്. ഇതൊരു ഫോക്ലോർ ബേസ്ഡുള്ള ഒരു പടമാണെന്ന് പറയാം. നമ്മൾ ബ്രഹ്മയുഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചില നേരത്തൊക്കെ ഈ സിനിമ അതിൻ്റെ ഒരു ടെറൈൻ തന്നെ അതിൻ്റെ ആ ഒരു അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ജോണർ തന്നെ ഷിഫ്റ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്ന ആ ഒരു മോഡുണ്ടല്ലോ, ആ ഒരു മോഡൊക്കെ മാറിയിട്ട് പിന്നെ ആ സിനിമ വേറെ എങ്ങോട്ടൊക്കെയോ പോകും. പക്ഷെ അതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കൊറിയൻ ജപ്പാനീസ് മിക്സ്ചർ, പ്രത്യേകിച്ച് ആ ഒരു കൾച്ചറിൻ്റെ മിക്സ്ചർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്ന് കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ചിട്ട് ഒരു മാരക എക്സ്പീരിയൻസ് തന്നൊരു പടം തന്നെയാണ്. ഇതിലൊരു ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു സാധനമൊക്കെ വരും, അതൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കും. ഇതൊക്കെ അതിമനോഹരം. പക്ഷേ ഈ സിനിമ ഒരു സൈഫൈ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ, പ്രേതം വരും, അങ്ങനത്തെ ആ ഒരു സെറ്റപ്പിൽ കാണേണ്ട പടമല്ല. ഇതിന് അതിൻ്റേതായ ഒരു തീമുണ്ട്. ആ തീം നിങ്ങൾക്ക് തുടക്കം മുതലേ മനസ്സിലാവും. ഒരു ഗ്രേവ് ഡിഗിങ്, അതിനിടയിൽ നടക്കുന്ന കുറേ ഇഷ്യൂസൊക്കെയാണ്.
സോ അത് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര പടം തന്നെയാണ് എക്സുമ. വേണമെങ്കിൽ ഇനി ഇവർക്ക് വേണമെങ്കിൽ സീക്വലുകളും പാർട്ടുകളൊക്കെ തന്നെ ഇറക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാരണം അണ്ടർറേറ്റഡ് പടമാണെന്ന് തോന്നുന്നു, അധികം ആൾക്കാർക്ക് അറിയുന്നതാവില്ല ചിലപ്പോൾ, പക്ഷേ അടിപൊളി പടമാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. then അടുത്തത് ലോങ് ലെഗ്സ്. ഇതൊരു ഹോളിവുഡ് സിനിമയാണ്. ഇതുപോലത്തെ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഇങ്ങനെ ഹൊറർ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഹൊറർ എന്ന ജോണറിൽ തന്നെ ഇറങ്ങുന്ന മുമ്പ് ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾ പലരും മിസ്സാക്കിയിട്ടുണ്ടാവും. ഇതിൽ പെർഫോമൻസ് ഉണ്ട്, അത് ആര് എന്ത് എന്ന് ഞാൻ പറയുന്നില്ല, അത് ആരാന്ന് പോലും എനിക്ക് തന്നെ പേഴ്സണലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. ഗംഭീരം, അതിഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സ്ലോ ബേൺ ആണ്, ഒരു സ്ലോ പേസിൽ പോകുന്ന സാധനമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 സിനിമകളും അങ്ങനെയല്ല, കുറേയൊക്കെ ഇങ്ങനെ സ്ക്രീൻ പ്ലേയിലും ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നതായതുകൊണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൻ്റെ ആ ഒരു അവസാനത്തെ എൻ മൊമെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഏത് പടം എന്ന് പറഞ്ഞാൽ സ്പോയിലർ, അതുകൊണ്ട് പറയുന്നില്ല. ലോങ് ലെഗ്സ് ഹൊറർ ചിത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക. എങ്ങനെ പോയാലും എനിക്ക് വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇതിനടുത്തത് സ്മൈൽ 2. സ്മൈൽ 1 അടിപൊളി പടമായിരുന്നു. അതിൻ്റെ സീക്വലായിട്ട് പുറത്തിറങ്ങിയ സിനിമ എങ്ങനെ പോയാലും ഒരു വെറുതെ പൈസ കിട്ടാൻ വേണ്ടി ഇറക്കുന്നൊരു പടമാണെന്ന് വിചാരിച്ചപ്പോൾ കുറേ സ്ഥലത്ത് 1-നേക്കാൾ അതിമനോഹരമായിട്ട് തോന്നിയൊരു പടമാണ് സെക്കൻഡ് പാർട്ട്. ഇതിൻ്റെ ഒരു നോർമൽ സീക്വലല്ല, ഒരു ഫ്രാഞ്ചൈസ് തന്നെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഒരു എൻഡിങ് ഒക്കെ ഗംഭീരമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ള സാധനം. സോ ഇനി ഇവർക്ക് പ്രീക്വലും സീക്വലും സ്പിൻ ഓഫ് ഒക്കെ ഇങ്ങനെ ഇറക്കി തള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ സാധനത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ സ്മൈൽ 2 ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റില്ല, ഞാൻ OTT കണ്ട പടമാണ് സ്മൈൽ 2. ഇപ്പോൾ ഡിജിറ്റൽ അവൈലബിൾ ആണ്, തീർച്ചയായും കണ്ടു നോക്കുക. മറ്റൊന്ന് ദി ഫസ്റ്റ് ഓമൻ. ഈ ഒരു കാത്തലിക് അല്ലെങ്കിൽ ഒരു ചർച്ച് ബേസ്ഡ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ബേസിലുള്ള സാധനം കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എക്സോർസിസ്റ്റ് എന്ന പടം അല്ലെങ്കിൽ ഫസ്റ്റ് ഓമൻ എന്ന പടം, ഇങ്ങനത്തെ കുറേ സിനിമകൾ, ഇമ്മാക്കുലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ പടം എന്ന് എനിക്ക് ഒരു ഓക്കെ മോഡലൊരു സാധനമായിരുന്നെങ്കിൽ ഈ ഫസ്റ്റ് ഓമൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രീക്വലായിട്ട് സർവ് ചെയ്യുന്നൊരു മൂവിയാണ്. ദെൻ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞൊരു പടമാണ്. ഇതൊരു ഹോളിവുഡ് മൂവി അല്ല, ഇത് കൊറിയനോ ജപ്പാനീസോ ഒന്നും, ഇത് ഫ്രഞ്ച് പടമാണ്. സോ ഫ്രഞ്ച് പടമൊക്കെ സബ്ടൈറ്റിലൊക്കെ ഇട്ട് നമ്മൾ കാണേണ്ട ഒരു പടം. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് ഈ 8 കാലുകൾ ഭയങ്കര പേടിയാണ്. ഈ അരാക്നോഫോബിയ എന്ന് പറയില്ല ആ സംഭവം. സോ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഭയങ്കര വിഷമുള്ള ഒരു 8 കാലി അത് ഒരു വലിയ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൽ വരെ അവിടെ നിന്ന് അത് സ്പ്രെഡ് ചെയ്ത് അവിടെ എല്ലാവരും തന്നെ ഇൻഫെക്റ്റ് ചെയ്ത് അത് മൊത്തത്തിൽ ഇൻഫെസ്റ്റഡ് എന്ന് പറയുമ്പോൾ അവർ ഏരിയ മൊത്തം കവർ ചെയ്യും, അവിടെ നിന്ന് അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞ സിനിമ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇതൊരു നോർമൽ ഹൊറർ എന്നതിലുപരി ഒരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിലേക്കൊക്കെ ഈ സിനിമ പോകും. ഇതിൻ്റെ ജോണർ അടിപൊളിയായിട്ടുണ്ട്, ഇതൊരു അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഭയങ്കര ത്രില്ലിങ് മൊമെൻറ്റ് തരുന്നു. ജസ്റ്റ് 8 കാലിനെ കാണിച്ച് പേടിപ്പിക്കൽ മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു നേച്ചർ അടിപൊളിയാണ്. ത്രില്ലിങ് മൊമെൻറ്റ്സ് ഒക്കെ കുറേ ഇങ്ങനെ സിനിമയിൽ സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കുറേ പ്രാക്ടിക്കൽ എഫക്ട്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. വെറുതെ VFX കുത്തിക്കയറ്റി ഇങ്ങനെ വെക്കാനില്ലാണ്ട് ഈ ഒറിജിനലായിട്ട് ഈ സാധനം നിന്ന് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര ഒരു മാരക ഫീലാണ് ഈ സാധനം. 8 കാലുകൾ പേടിയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അത് രാത്രി പുതപ്പൊക്കെ തലയിലൊക്കെ ഇട്ടിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കണ്ടു നോക്കുക. അത് ഉറങ്ങില്ല അന്ന്, എവിടെ നിന്ന് ഇത് വരുന്നു വിചാരിച്ചിട്ടിരിക്കുകയും. ദെൻ ദി കോഫി ടേബിൾ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് പക്ഷേ ഞാൻ എല്ലാവർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സാധനമാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞ്. സോ ഇങ്ങനെ ഈ ഒരു 3 പേരും കൂടി ഒരു കോഫി ടേബിൾ വാങ്ങാൻ പോകും. സോ അവിടെ വെച്ച് ഇവർക്ക് 2 പേർക്കും ഇഷ്ടമല്ല, അതായത് ഭർത്താവിന് കോഫി ടേബിൾ വേണം, ഭാര്യയ്ക്ക് അത് വാങ്ങണ്ടെന്നാണ് താല്പര്യം. അവർ വാങ്ങി അത് വീട്ടിലേക്ക് വരും. അവിടെ വെച്ച് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. ആ ഇൻസിഡൻറ്റ് പിന്നെ അതിൻ്റെ തുടർച്ചയാണ് ബാക്കി ഈ സിനിമയിൽ മുഴുവൻ. ഒരു കോഫി ടേബിൾ വെച്ച് ജസ്റ്റ് ഒരു ടീപ്പോയി, അതാണ് ഈ സാധനം, അത് വെച്ച് ഏറിപ്പോയാൽ എന്തുണ്ടാവും എന്നുള്ളത് ആ ഒരു മൈൻഡിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് ഉണ്ടായിട്ടുള്ളൊരു പടം. ഇത് ജസ്റ്റ് ചിലപ്പോൾ ഇനി ശരിക്കും നടന്നാണെന്ന് പോലും അറിയില്ല. പറയുമ്പോൾ നമ്മൾ ചിരിക്കുമെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിനിമയിലെ ബിൽഡ് ചെയ്ത് വെച്ച് അതിൽ സ്റ്റേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഒരുമാതിരി ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സാധനമാണ്. ഇതിപ്പോൾ ഡിസ്റ്റർബിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വയലൻസ് കാണിച്ച് ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ സാധനമൊന്നുമല്ല, ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു ഡിസ്റ്റർബിങ് ഉണ്ടാവുമല്ലോ. ഇതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇതിപ്പോൾ എന്തിപ്പോൾ ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഒരു പടം അധികം ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് മനക്കൊട്ടയുള്ളവരാണെങ്കിൽ കണ്ടു വെക്കുക. ഒരു പോയിന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും ഈ സാധനം എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ നമുക്കും അത് മനസ്സിലായിട്ട് കാണുന്ന സമയത്ത് ഒരുമാതിരി എഫക്റ്റാണ്. കണ്ടുവെക്കുക. ഇത് കഴിഞ്ഞാൽ ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് നെറ്റ്ഫ്ലിക്സിലുണ്ട് ഈ ഒരു പടം. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സ് ഒറിജിനലായിട്ട് പുറത്തിറങ്ങിയ പടമാണ്. ഇത് ആൾക്കാർ അങ്ങോട്ടും അവരുടെ ബോഡി ഇങ്ങനെ സ്വാപ്പ് ചെയ്യില്ലേ, ബോഡി സ്വാപ്പ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മൈൻഡ് സ്വാപ്പ്. ഇപ്പോൾ ഒരു 7 പേര് ഒരുമിച്ചിരിക്കുകയാണ്. സോ അവരൊരു ജസ്റ്റ് എന്തെങ്കിലും ഒരു സൈഫൈ മെക്കാനിസം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുകയാണ്. സോ ഞാൻ വേറൊരാൾ ഞാനായി, അങ്ങനത്തെ ഒരു മോഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു പടം. ഐ തിങ്ക് ഈ ഒരു തീമിൽ കുറേ പടങ്ങളുണ്ട്, പക്ഷേ ഇതിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്.
സോ ഒന്നും അറിയാതെ ഇതിലെ ടെസ്റ്റുകളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ കണ്ട് കാര്യമില്ല. എന്താണ് സിനിമയിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഇതാണ് മെയിൻ തീം, ഇതാണ് അങ്ങനെ കണ്ടുവെക്കുക. ഒരു വെറൈറ്റി അപ്രോച്ച് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയെ ഒരു 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 പ്രത്യേകതരം ഹൊറർ മൂവിയാണെന്ന് പറയാം, കണ്ടുവെക്കുക. ദെൻ അത് കഴിഞ്ഞ് ദി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ പടം, ആളുടെ കരിയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50 വയസ്സായ ഒരു സ്ത്രീ. സോ അവർക്ക് അവരുടെ ഒരു പഴയ ലൈഫ് തിരിച്ചു കിട്ടണം. അതിന് വേണ്ടിയിട്ടൊരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് യൂസ് ചെയ്യാണ്. സോ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ആളുടെ ഒരു പഴയ സെൽഫ് കിട്ടും, പക്ഷേ ആളിൽ നിന്ന് തന്നെയാണ് ഇത് റീജനറേറ്റ് ചെയ്ത് വരിക. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് വേറെ നമ്മുടെ പഴയ ആൾ അല്ലെങ്കിൽ പഴയ സെൽഫ് നമുക്ക് തിരിച്ചു കിട്ടും. സോ പിന്നീട് അങ്ങോട്ട് എന്ത് നടന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിച്ചു തരിക. ഇതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവില്ല, ഒരു ഒരു സൈഫൈ ടച്ചുള്ള സാധനമാണ്. വേണമെങ്കിൽ ഒരു പക്ക സൈഫൈ മൂവി എന്ന് പറയും, പക്ഷേ ഈ ഒരു ജോണറിൽ ഉൾപ്പെടുന്ന ഒരു മൂവിയാണ്. അല്ലെങ്കിൽ ഒരു സൈഫൈ ഹൊറർ എന്നൊരു ജോണറിൽ ഉൾപ്പെടുത്താം. കാരണം ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതിൻ്റെ തീം അടിപൊളിയാണ്. ഇതിൽ അണ്ടർലൈൻ തീം ഗംഭീരമാണ്. സിനിമ പറയാൻ ഉദ്ദേശിച്ച സാധനം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ആ ഒരു ഹ്യൂമൻ നേച്ചർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ഈ പ്രാക്ടിക്കൽ എഫക്ട്സും ചില സൗണ്ട് ഡിസൈൻസും ഒരു ബീറ്റൊക്കെ വരുമ്പോനെ പൊളി സാധനം. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ആ ഒരു സൗണ്ട് കേൾക്കാൻ അടിപൊളിയാണ്. പക്ഷേ അത് മാത്രമല്ല, വേറെ കുറേ ഉണ്ട്. സോ കുറച്ച് കുറച്ച് ന്യൂഡിറ്റിയും അങ്ങനത്തെ കുറച്ച് സീക്വൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ക 18+ മൂവിയാണ്. നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കാണരുത്, പ്രൈവറ്റായിട്ട് ഇരുന്ന് കാണേണ്ട പടമാണ്. കാരണം ടി വിയിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കാണാൻ പറ്റിയ പടമല്ല. ഞാൻ അത് ഓടിച്ചു വിട്ടിട്ട് കണ്ടിട്ട് കാര്യമില്ല. ആ സീൻ അതിനാവശ്യമാണ്, എന്നാൽ മാത്രമാണ് അത് കാണിക്കാൻ പറ്റുള്ളൂ. ചില പ്രസൻറ്റേഷൻസൊക്കെ തന്നെ, ചില ബോഡി പോസ്റ്റേഴ്സൊക്കെ തന്നെ തല മുതൽ കാല് വരെ കാണിക്കണമെങ്കിൽ എന്നാൽ മാത്രമാണ് ഇവിടെ എന്താണ് നടക്കുന്നത്, ഓക്കെ ഇതാണ് സംഭവം എന്നുള്ളത് ആൾക്കാർക്ക് കൺവേ ആവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് കാണിക്കാൻ വേണ്ടി കാണിച്ചതുമല്ല, ഈ സിനിമയിൽ അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 18+ കണ്ടന്റ് ഉള്ളൊരു മൂവിയാണ് സബ്സ്റ്റൻസ്. തീർച്ചയായിട്ടും കണ്ടുവെക്കുക, അടിപൊളി പടമാണ്. ദെൻ ദി അബിഗേൽ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഇതൊരു മാരക പടമൊന്നും പറയാൻ പറ്റില്ല, ഒരു വാമ്പയർ ഹൊറർ മൂവിയാണ്. പക്ഷേ ഈ ഒരു ജോണർ ഉണ്ടല്ലോ, ഈ ഹൊററിൽ തന്നെ പല ടൈപ്പ് ജോണറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സൈഫൈ ഹൊറർ, ഫോക്ക് ഹൊറർ, മിസ്റ്ററി ഹൊറർ, അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു വാമ്പയർ സെറ്റപ്പിലുള്ള പടങ്ങളൊക്കെ നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നാൻ തുടങ്ങിയ ടൈമിലാണ് ഈ ഒരു പടം ഇറങ്ങുന്നത്. അത് ക്രിഞ്ച് തന്നെയാണ്, പക്ഷേ ഒരു ഡാർക്ക് കോമഡി, ഒരു കുറച്ച് സറ്റയറിക്കലായിട്ടും എന്നാൽ അങ്ങനത്തെ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളൊരു പടമാണ്. ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മൾ പിടിച്ചിരുന്ന് കാണേണ്ട പടമൊന്നുമല്ല. ഒരു ചെറിയ പറഞ്ഞ സ്പോയിലറാണ്, ഞാൻ പറയുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കാം, നല്ല പടമാണ്. ഇതിനടുത്ത് സ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. നമ്മുടെ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അതേ മോഡിലുള്ളൊരു പടമാണ്. ഒരു വലിയ എട്ടുകാലി വന്ന് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളതൊക്കെ. ഇതിൽ പക്ഷേ ഇൻഫെസ്റ്റഡിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു, ഇതിൽ ഒരെണ്ണം ഉള്ളൂ. ആ ഒരെണ്ണം ഇങ്ങനെ വലുതേ വരും. ഇതിലും കുറേ സമയത്തൊക്കെ പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ കുറേ ജംപ് സ്കെയർ സീനുകളൊക്കെ തന്നെ ഉണ്ട്. സോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹൊറർ മൂവിയാണ് സ്റ്റിംഗ് എന്ന് പറയാം. ദെൻ അപ്പക്കലിപ്സി ദി ബിഗിനിങ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് ഐ തിങ്ക് ഒരു ഫ്രഞ്ചോ അങ്ങനെ ഇതൊരു ഭാഷയാണ്. ആമസോൺ പ്രൈമിൽ എന്താണ് ഞാനിത് കണ്ടത്. ഇതൊരു സോംബി പടമാണ്. അത്ര വലിയ റിസപ്ഷൻ ഒന്നും സിനിമയ്ക്ക് കിട്ടില്ല, അത്ര മാരക വലിയ പടമൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ളൊരു പടമാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ബഡ്ജറ്റ് സിനിമയ്ക്കുള്ളൂ. പക്ഷേ ഒരു ഫ്ലോ ഉണ്ട് സിനിമയ്ക്ക്, കണ്ടിരിക്കാം. ഒരു അന്യായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് കാണരുത്. ഞാനീ പറഞ്ഞ സോംബിയൊക്കെ മടുത്തിരിക്കുകയാണ് നമ്മൾ. കാരണം കണ്ട് ഇനി ഈവൻ നമ്മുടെ എത്രയോ വലിയ സിനിമകളിലെ സീക്വലുകളും സാധനങ്ങളൊക്കെ ഇനി വരാനുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി തന്നെ മറ്റേ 28 years ലേറ്ററിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു എക്സിക്യൂഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ സ്ഥിരം കാണുന്നൊരു സാധനമല്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും വെറൈറ്റി വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഈ സിനിമ അതേപോലെ തന്നെ വലിയ പുതുമയുണ്ടെന്ന് വെച്ചില്ല, നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒരു ബൈക്കുള്ളൊരു പയ്യന് ഈ ഒരു അപ്പാക്കലിപ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ ഒരു ഫ്രാഞ്ചൈസ് പോലെ ഒരു 2-3 പാർട്ട് പോലെ ഇറക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ആദ്യ പാർട്ട് പോലെയൊക്കെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. സോ ആ രീതിക്ക് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ് അപ്പോക്കലിപ്സ് എന്ന മൂവി. അതിനടുത്ത് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. ഇതൊരു ശരിക്കും നടന്ന സംഭവമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്ററി രീതിയിൽ ഇറക്കിയിട്ടുള്ള സാധനം. ഒരു ലേറ്റ് നൈറ്റ് ഷോയിൽ TV ഷോ, പഴയ ഒരു 80s 90s ഉണ്ടായിരുന്ന TV ഷോസൊക്കെ തന്നെ അവിടെ അങ്ങനത്തെ ശരിക്കുള്ളൊരു ഷോയിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഇവൻ്റ് നടന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നതാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും അറിയാതെ കണ്ടുപോകണം എന്താണ് ഈ സിനിമയിൽ നടക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ആ സാധനം നടന്നിട്ടില്ല, അങ്ങനൊരു പരിപാടിയില്ല. പക്ഷെ അവർ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കും. ഈ അമ്മമാർ കൺവിൻസിങ് ആണ്. അത് എങ്ങനെയാണെന്ന് അതിന് മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഈ ഒരു ഫോർമാറ്റ് എടുത്തതും ഈ ഒരു TV ഷോ പോലെ അവർ ആക്കുന്നതും ഒക്കെ തന്നെ എങ്ങനെ പോലും ഈ സിനിമയ്ക്ക് ഉപകാരപ്പെട്ടിട്ടേ ഉള്ളൂ. ദെൻ ഈ സിനിമകൾ കൂടാതെ കുറച്ച് സീരീസുകളും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ
ആനിമി സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ആനിമി ആയിട്ട് പുറത്തിറങ്ങിയ ഉസുമാക്കി എന്നുള്ളത്. ഇത് കുറേ പേര് അതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റിനൊക്കെ കുറ്റം പറയുന്നത് ഞാൻ അവിടെ ഒരു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയില്ല. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ മാങ്ക വായിക്കാത്തതുകൊണ്ടാവാം. ഒരു സ്പൈറൽ, ഉസുമാക്കി എന്ന് പറഞ്ഞ സ്പൈറൽ എന്നാണ്. ഈ ചുരുളി എന്ന് പറയില്ലേ, ഈ ജസ്റ്റ് എന്ത് വട്ടം പറഞ്ഞാലും നമ്മുടെ ഈ വിരലിൻ്റെ അറ്റത്തടക്കം എന്തുണ്ട്, ചുരുളിയുണ്ട്. ഈ ചുരുളീസ് അല്ലെങ്കിൽ സ്പൈറൽ ഒരു ഏരിയ മൊത്തം ഇൻഫെസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അവിടെ ഉള്ളവരെ സൈക്കോളജിക്കലി ഡയറക്റ്റായിട്ട് എങ്ങനെ മൊത്തം അവരെ അഫക്റ്റ് ചെയ്ത് എന്തുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സീരീസ് കാണിച്ചു തരിക. ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ അടിപൊളിയാണ്. ഇപ്പോൾ മാങ്ക വായിക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഒരു വെറൈറ്റി ഹൊറർ തീമാണ് പ്രസൻറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീമിൽ പുതുമ കൊണ്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സാധനമാണ്. കണ്ടുനോക്കുക കണ്ടില്ലാത്തതുണ്ടെങ്കിൽ. തന്നെ ഇത് കൂടാതെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ പാരസൈറ്റ് ദി ഗ്രേ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. പാരസൈറ്റ് ഒരു ആനിമയാണ്, ഇതും ഒരു മാങ്കയാണ്. അതിൻ്റെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ് പാരസൈറ്റ് ദി ഗ്രേ എന്ന് പറയാം. പാരസൈറ്റിൻ്റെ ഓൾറെഡി ഒരു മൂവി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സീരീസ് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സും തന്നെ ആ ഒരു തീം മൊത്തത്തിലുള്ള ഒരു ഫ്ലോ ഒക്കെ തന്നെ ഗംഭീരം. സോ ഹൊറർ ഒരു ജോണറിലുള്ള സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, വെറൈറ്റി സാധനങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക പാരസൈറ്റ് ദി ഗ്രേ. ദെൻ ഫ്രമ്മിൻ്റെ സീസൺ 3. ഫ്രം ഒരു ഹൊറർ സീരീസാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ലോസ്റ്റിൻ്റെ ഒക്കെ ക്രിയേറ്റേഴ്സ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഫ്രം സീസൺ 3യുടെ കാര്യം ഞാൻ പറയാനുള്ള മെയിൻ കാര്യം, ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള മെയിൻ കാര്യം, ഈ സീരീസ് ചിലപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ലോസ്റ്റൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഫ്രം എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അടിപൊളി സാധനമാണ്. ഇന്നലെ ഇറങ്ങാൻ തുടങ്ങിയത്. ഇതിന് 3ാമത്തെ സീസണാണ് ഇക്കൊല്ലം പുറത്തിറങ്ങിയത്. ആ സീസണിൽ ആദ്യത്തെ 2 ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഈ ഒരു സീസൺ ഉണ്ടെങ്കിലും ഈ ഒരു സീരീസിന് മൊത്തം തീം അടിപൊളിയാണ്, പോക്ക് അടിപൊളിയാണ്. സോ ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും കണ്ടില്ലാത്തതുണ്ടെങ്കിൽ കണ്ടുവെക്കാൻ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഓൾറെഡി നമ്മൾ കുറേ പാർട്ടുണ്ട് ഫ്രമിനെ പറ്റി. ടീക്കപ്പ് എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു ഏരിയ, അവിടെ ഒരാൾ വന്നിട്ട് ഒരു ബ്ലൂ ലൈൻ ഇടുകയാണ് അതിന് ചുറ്റും, ഒരു ടൗണിന് ചുറ്റും. അത് ക്രോസ് ചെയ്താൽ അവർ കൊല്ലും അല്ലെങ്കിൽ അവർ മരിക്കും എന്നുള്ള സെറ്റപ്പ്. സോ എന്താണ് അവിടെ നടക്കുന്നത്, എന്ത് സൂപ്പർ നാച്ചുറൽ എഫക്റ്റാണ് അവിടെ ഉണ്ടാവുക, ഇനി ഈവൻ ക്രോസ് ചെയ്തിട്ടുണ്ടാവും, ഇതിനകത്ത് തന്നെ എന്തൊക്കെ ഇവർ തേടി വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. സോ ഫ്രമിൻ്റെ അതേപോലത്തെ ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ തന്നെയാണെങ്കിലും അതിൻ്റേതായ സ്പെഷ്യാലിറ്റിയും തീമിലെ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു സീരീസാണ് ഈ പറയുന്ന ടീക്കപ്പ്. സോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സീരീസുകളും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സീരീസ് ഏതെന്നും, കൂടാതെ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ മിസ്സായി പോയിട്ടുള്ള മറ്റ് മികച്ച സിനിമകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് താഴെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഈ പറഞ്ഞത് ഹൊറർ ചിത്രങ്ങളെ മാത്രമാണ്, ഹൊറർ എന്നൊരു ജോണറിൽ നിൽക്കുന്ന സിനിമകൾ മാത്രമാണ്. ഇനി അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ജോണേഴ്സ് ആയിട്ടല്ല, എല്ലാം കൂടി മിക്സ് ആയിട്ട് ടോട്ടലി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആൻഡ് സീരീസ് എന്നുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. സോ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ സിനിമകളും സീരീസുകളൊക്കെ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.